2026 നമുക്ക് ഡിസൈനിങ്ങിൽ രണ്ട് ഫേസ് ആണ് ഉള്ളത്. ഒന്നെങ്കിൽ നമ്മൾ ഭയങ്കര അപ്ഡേറ്റഡ് ആയിട്ട് ഒക്കെ ഉപയോഗിച്ച് ഫാസ്റ്റ് പേസിൽ വർക്ക് ചെയ്യും. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പഴയ പോലെ ട്രഡീഷണൽ മെത്തേഡ്സ് ഉപയോഗിച്ച് വലിയ കാര്യമായിട്ട് അധികം ടൂൾസ് ഒന്നും ഉപയോഗിക്കാതെ നമ്മുടെ ഐഡിയ വെച്ചിട്ട് എന്തൊക്കെ വർക്കൗട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിക്ക് പോകാം. പക്ഷെ ഇപ്പോഴത്തെ ഒരു സിനാരിയോ വെച്ചിട്ട് നമ്മൾ അങ്ങനെ പോകുകയാണെന്നുണ്ടെങ്കിൽ അധികം കാലം നമുക്ക് ഫീൽഡിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ടെൻഷനാക്കാൻ പറഞ്ഞതല്ല, ഞാൻ ആദ്യം പറഞ്ഞ ഫസ്റ്റത്തെ ഒരു കാറ്റഗറി ഉണ്ടല്ലോ, ഒരുപാട് ടൂൾസ് ഒക്കെ ഉപയോഗിച്ച് ഒക്കെ ഉപയോഗിച്ച് ഇൻസെയിൻലി ഫാസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ. ആ ഒരു കാറ്റഗറിയിലേക്ക് ജോയിൻ ആവാനായിട്ട് എന്ത് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. ഓൾറെഡി നിങ്ങളൊരു ഡിസൈനർ ആണ്, നിങ്ങൾക്ക് കുറച്ചും കൂടി ഫാസ്റ്റ് ആയിട്ട് ഇൻസെയിൻലി ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കുറച്ച് അടിപൊളിയായിട്ട് നിങ്ങൾ ഡിസൈൻസും കാര്യങ്ങളൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ കുറച്ചുകൂടി അടിപൊളിയായിട്ട് വർക്ക്ഔട്ട് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ ഈ പറയാൻ പോകുന്ന 5 ടൂൾസ് നിങ്ങളൊന്ന് ബുക്ക് മാർക്ക് ചെയ്ത് വെച്ചോ. ബുക്ക് മാർക്ക് ചെയ്ത് വെക്കല്ല, ഈ 5 ടൂൾസ് നിങ്ങൾ ഇന്ന് തൊട്ട് യൂസ് ചെയ്ത് തുടങ്ങിക്കോ. അങ്ങനെയാണെങ്കിൽ ഞാൻ ആ പറഞ്ഞ ഫസ്റ്റ് കാറ്റഗറിയിലേക്ക് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ജോയിൻ ആവാൻ പറ്റും. ആൻഡ് വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ഇവിടെ ഈ ചാനലിൽ നിങ്ങൾ ആദ്യമായിട്ടാണെങ്കിൽ ഇവിടെ നമ്മൾ കൂടുതലും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്രിയേറ്റീവ് ഫീൽഡിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. ഡിസൈനേഴ്സിന് വേണ്ടിയിട്ടുള്ള ടിപ്സ്, ട്രിക്സ്, എന്തൊക്കെ ചെയ്യണം, എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, ഏതൊക്കെ ടൂൾസ് ഉപയോഗിക്കണം, ഏതൊക്കെയാണ് അപ്ഡേറ്റഡ് ആയിട്ട് ടൂൾസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ക്രിയേറ്റീവ് ഫീൽഡിലുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും. നിങ്ങളൊരു ക്രിയേറ്റീവ് പേഴ്സൺ ആണ് അല്ലെങ്കിൽ ഒരു ഡിസൈനർ ആണ്, നിങ്ങൾക്ക് ഈ ഫീൽഡിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സ് ഓൺ ദ വേ ആണ്. ഓൾറൈറ്റ്, അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ 5 ടൂൾസ്. അപ്പൊ അതിൽ ഫസ്റ്റത്തെ ടൂൾ എന്ന് പറയുന്നത് റെലൂം ആണ്. ഓക്കെ, സോ റെലൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു നമുക്ക് എന്താ പറയാ, UI/UX ഡിസൈനേഴ്സ് അല്ലെങ്കിൽ വെബ്സൈറ്റ് ഡിസൈനേഴ്സിനൊക്കെ ഒരുപാട് ഹെൽപ്ഫുൾ ആവാൻ പോകുന്ന ഒരു ടൂളാണ്. അപ്പൊ ഞാൻ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാനിതിൽ ജസ്റ്റ് ക്രിയേറ്റ് എ വെബ്സൈറ്റ് ഫോർ എ ക്ലോത്തിങ് ബ്രാൻഡ് എന്ന് ജനറേറ്റ് കൊടുക്കുകയാണ്. ക്ലിക്ക് ചെയ്ത് ജനറേറ്റ് കൊടുക്കുകയാണ്. അതിൽ ലോഡിങ് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് തന്നെ കാണാം സൈറ്റ് മാപ്പ് ഇതിൽ വന്നിട്ടുണ്ട്. സൈറ്റ് മാപ്പ്, ഈ ഒരു ഫീൽഡിലുള്ളവർക്ക് അറിയാം സൈറ്റ് മാപ്പ് എന്താണെന്ന്. ഒരു സൈറ്റിന്റെ ടോട്ടൽ ഇതെങ്ങനെ വരണം, ഈ സൈറ്റ് എങ്ങനെയാണ് വരേണ്ടത്, എങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങൾ എന്നുള്ളത്. ഇതിൽ നോക്കുകയാണെങ്കിൽ ഞാൻ താഴേക്ക് സ്ക്രോൾ ചെയ്യാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കാം. അപ്പോൾ അതിൽ ഓരോ സെക്ഷൻസ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഷോപ്പ്, അബൌട്ട്, പ്രൊഡക്റ്റ്, ബ്ലോഗ് പോസ്റ്റ്, അങ്ങനെ കുറേ സെക്ഷൻസ് വന്നിട്ടുണ്ട്. അതും എല്ലാ സെക്ഷൻസിലും എങ്ങനെയാണെന്നുള്ളത് കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. റൈറ്റ്, അതായത് അതിൽ നിന്ന് നമ്മൾ നേരെ വയർ ഫ്രെയിമിലോട്ട് പോവുകയാണ്. വയർ ഫ്രെയിമിലോട്ട് പോകുമ്പോൾ ഇപ്പം ഇതിൽ ജസ്റ്റ് അവിടെ ലോഡിംഗ് സ്ക്രീൻ നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ ഒരു 5 പേജിൻ്റെ, ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ നമ്പർ ഓഫ് പേജസ് ഞാൻ 2 to 5 ആണ് കൊടുത്തിട്ടുള്ളത്. ഞാൻ ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഇതിൽ നിങ്ങൾ കണ്ടന്റ് നോക്കിക്കഴിഞ്ഞാൽ വെയർ വാട്ട് മാറ്റേഴ്സ് യു, അതായത് റിയൽ കണ്ടന്റ് ആണ്. ഇപ്പൊ താഴേക്ക് പോകുകയാണെന്നുണ്ടെങ്കിലും ജസ്റ്റ് നോർമൽ ഒരു വെബ്സൈറ്റിൽ നമ്മൾ ലോറം വിപ്സം ഇടുന്നത് പോലെ ജസ്റ്റ് ഡമ്മി കണ്ടന്റ് അല്ല, കറക്റ്റ് ആയിട്ട് വെയർ വാട്ട് മാറ്റേഴ്സ് ടു യു. പിന്നെ കറക്റ്റ് ആയിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും ഇതിൽ സെക്ഷൻ ബൈ സെക്ഷൻ അടിപൊളിയായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് നമ്മൾ നെക്സ്റ്റ് പോവുകയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് പേജ് എന്ന് പറയുന്നത് സ്റ്റൈൽ ഗൈഡ് ആണ്. ഈ സ്റ്റൈൽ ഗൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി നിങ്ങൾക്ക് അറിയാമായിരിക്കും, എന്നാലും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. എന്താണ്, ഏത് കളേഴ്സ് ആണ് ഇതിൽ വരേണ്ടത്, അല്ലെങ്കിൽ ഏത് ടൈപ്പോഗ്രഫി ആണ് ഇതിൽ വരേണ്ടത്, അല്ലെങ്കിൽ ഈ വെബ്സൈറ്റ് ടോട്ടൽ ഒരു ഒരു മോഡ് എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ സ്റ്റൈൽ ഗൈഡ് എന്ന് പറയുന്നത്. ആ സ്റ്റൈൽ ഗൈഡും നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റും. ഇതിൽ ടൈപ്പോഗ്രഫിയിൽ നമുക്ക് നമ്മുടെ ഗൂഗിൾ ഫോൺസ് ആണ് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ദെൻ അത് കൊടുത്തതിന് ശേഷം നമ്മൾ ഡിസൈൻ സെക്ഷനിലോട്ട് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ മുകളിൽ 4 ഇത് ഉണ്ട്: സൈറ്റ് മാപ്പ്, വയർ ഫ്രെയിം, സ്റ്റൈൽ ഗൈഡ്, ഡിസൈൻ എന്നുള്ളത്. അതിൽ നമ്മൾ ഡിസൈൻ സെക്ഷനിൽ ഇപ്പോൾ എത്തി. അതായത് ഒരു ടോട്ടൽ വെബ്സൈറ്റ് ഓൾറെഡി ഇവിടെ കിട്ടി നമുക്ക്. അത് നോക്കുകയാണെങ്കിൽ വെയർ വാട്ട് മാറ്റേഴ്സ് ടു എന്നുള്ളതുണ്ട്. നമ്മൾ സ്ക്രോൾ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്താണ് ആ ഒരു വയർ ഫ്രെയിം, അല്ലെങ്കിൽ നമ്മളൊരു ഇനീഷ്യൽ സ്റ്റേജിൽ കണ്ടത് എന്തൊക്കെയാണോ അതൊക്കെ കറക്റ്റായിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു സിംഗിൾ പേജ് മാത്രമേ ഇപ്പോൾ ഇതിൽ കാണാൻ പറ്റുള്ളൂ. ഇതൊരു ഫ്രീ അക്കൗണ്ട് ആണ്. അപ്പൊ ഞാനിതിൽ പെയ്ഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താക്കാം, 5 പേജിന്റെയും ഫുള്ള് ഡിസൈൻ നമുക്ക് ഇവിടെ കിട്ടും. ഓക്കെ, അത് മാത്രമല്ല ഇത് റെസ്പോൺസീവും കൂടി നമുക്ക് ഇതിൽ തന്നെ ബിൽഡ് ചെയ്യാൻ പറ്റും. ഇപ്പൊ താഴെ നോക്കുകയാണെങ്കിൽ ഇവിടെ റൈറ്റ് സൈഡിൽ ടാബ്ലറ്റ്, മൊബൈൽ, അങ്ങനെ ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പൊ ഇതിൽ ഞാനിപ്പോൾ മൊബൈൽ ഫോണിലോട്ട് ചേഞ്ച് ചെയ്തപ്പോൾ എന്തായി, ആ ഒരു മൊബൈൽ ഫോണിന്റെ ലെവലിലോട്ട് ആ സൈറ്റ് ഓട്ടോമാറ്റിക്കലി റെസ്പോൺസീവ് ആയിട്ട് ചേഞ്ച് ആയി. ബേസിക്കലി സ്പീക്കിംഗ് എല്ലാ കാര്യങ്ങളും ഇതിൽ വർക്ക്ഔട്ട് ആയി. ഞാൻ ഇതിന്റെ പ്രൈസിങ് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. പ്രൈസിങ് ക്ലിക്ക് ചെയ്തു. ഇതിൽ നോക്കുമ്പോൾ നമുക്ക് ഫ്രീ ആയിട്ടുള്ളതുണ്ട്,
പിന്നെ റിലൂം സ്റ്റാർട്ടർ, റിലൂം പ്രോ, റിലൂം ടീം, അങ്ങനെ 4 ഓപ്ഷൻസ് ആണ് ഉള്ളത്. ഇതിൽ ഫ്രീ ഓപ്ഷൻ ആണ് നമ്മളിപ്പോൾ കാണിച്ചത്. അതിൽ 1 പ്രൊജക്ട് 1 പേജ് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. സോ ഒരു സ്റ്റാർട്ടർ എന്നുള്ള നിലയ്ക്ക് ഞാൻ ഈ ഒരു $26 പാക്കേജ് എടുത്താലും ഓക്കെ ആയിരിക്കും. അത് വേണം എന്നില്ല. ഇപ്പൊ നമ്മുടെ ഫ്രീയില് നമുക്ക് ഡയറക്റ്റ് ഫിഗ്മയിലേക്ക് എക്സ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഫിഗ്മ എന്ന് പറയുന്ന ടൂളിലോട്ട് നമ്മുടെ ഈ ഒരു ഫ്രീ വേർഷനിൽ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ കോമ്പോണൻസ്, ഇപ്പൊ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ വെബ് ഫ്ലോ കോമ്പോണൻസ്, 30 റിയാക്ട് കോമ്പോണൻസ്, പിന്നെ 1000+ ഫിഗ്മ കോമ്പോണൻസ് ഒക്കെ ഫ്രീയിൽ തന്നെ അവൈലബിൾ ആണ്. സോ ബേസിക്കലി സ്പീക്കിംഗ് ഒരു സിംഗിൾ പേജ് ലാൻഡിംഗ് വെബ്സൈറ്റ് ഒക്കെയാണ് നിങ്ങൾ പ്ലാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഫ്രീയുടെ ആവശ്യമുള്ളൂ. അതല്ല നിങ്ങൾക്കൊരു 5 പേജസ് ഒക്കെ വേണം, കുറച്ചൊരു ടോട്ടൽ പ്രൊജക്ട് ബിൽഡ് ചെയ്യണം, കുറച്ചും കൂടി ഇന്നർ പേജസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സ്റ്റാർട്ടർ പാക്കേജ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നുള്ളൂ. നിങ്ങളുടെ നിങ്ങളുടെ യുക്തിക്ക് നിങ്ങൾ ചൂസ് ചെയ്യുക നിങ്ങൾക്ക് ഏത് വേണം എന്നുള്ളത്. അപ്പൊ അതിലാണെങ്കിലും ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതിലൊരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു പേജ് എന്നുള്ളത് 5 പേജ് കിട്ടും. പിന്നെ അതേപോലെ തന്നെ ഫിഗ്മ, വെബ് ഫ്ലോ, റിയാക്ട് ഇതിലേക്കൊക്കെ എക്സ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസും ഉണ്ട്. സോ ഓൺ ദ ഗോ അതിൽ കൂടുതൽ പൈസയ്ക്ക് കൂടുന്നവരും അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ ടൂൾ എന്ന് പറയുന്നത്. ഇതുവരെയാണ് നമ്മുടെ ഫസ്റ്റത്തെ ടൂൾ. നമ്മുടെ സെക്കൻഡ് ടൂൾ എന്ന് പറയുന്നത് മിഡ്ജേണി. ഒരുപാട് പേര് കേട്ടിട്ടുണ്ടാവും, നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവുന്ന ഒരു മെയിൻ ഇമേജ് ജനറേഷൻ ടൂളാണ് മിഡ്ജേണി എന്ന് പറയുന്നത്. സോ മിഡ്ജേണി എന്ന് പറയുമ്പോൾ ഇപ്പൊ ഞാനത് വെബ്സൈറ്റ് ഒന്ന് ഓപ്പൺ ആക്കാം. മിഡ്ജേണിയുടെ ഒരു ഹോം പേജ് എന്ന് പറയുന്നത് ഇതിൽ നിങ്ങൾ നോക്കി ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ കാണാൻ പറ്റും ഒരുപാട് AI ഇമേജസിനെ വീഡിയോയിലോട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ AI ജനറേറ്റഡ് ആണ്. ആ ഒരു ക്വാളിറ്റി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം മാക്രോ ലെവലിലും ഏതൊക്കെ ക്വാളിറ്റിയിലാണ് ഇത് ബിൽഡ് ചെയ്തിട്ടുള്ളത്. ഒരു ഒരു ഫുൾ ഓൺ പ്രൊഡക്ഷൻ ടീം അല്ലെങ്കിൽ ഒരു 3D ഡിസൈനർ എന്ന് ചെയ്യേണ്ട സംഭവങ്ങളൊക്കെ ജസ്റ്റ് ഒരു സിംഗിൾ ക്ലിക്കിൽ AI കൊണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണ് നമ്മൾ ഈ കാണുന്നത്. ഇപ്പൊ ഇതില് ഞാൻ എന്ത് ചെയ്യാണ്, ഞാനിതിൽ എന്താക്കാണ്, ഞാനിപ്പോ ഈ ഒരു ഡക്കിന്റെ ഒരു ഇമേജ് നോക്കാം, ഉഡോ ലോവൻ എന്നുള്ള ഡക്കിന്റെ ഒരു ഇതെടുക്കാം. അപ്പൊ അതില് നമുക്ക് റൈറ്റ് സൈഡിൽ അതിന്റെ പ്രോംപ്റ്റ് ഫുള്ള് കാണാൻ പറ്റും. പിന്നെ ഞാൻ താഴത്തെ ക്ലിക്ക് ചെയ്തപ്പോൾ ഇതിന്റെ ഒരു ഇമേജിന്റെ, അതായത് ഈ ഒരു ഡക്കിന്റെ ഇമേജ് എങ്ങനെ ക്രിയേറ്റ് ചെയ്തു, ആ ഇമേജിന്റെ വേരിയേഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഇവിടെ കാണാം. അതേപോലെ തന്നെ ഞാൻ അപ്പുറത്തുള്ള ആ ഒരു ക്യാറ്റിന്റെ എടുക്കുകയാണ്, അവിടെയും സെയിം തന്നെ. ഇതില് ഇമേജിന്റെ ഇതെന്താണ്, അല്ലെങ്കിൽ ആ ഒരു പ്രോംപ്റ്റ് എന്താണ്, ആ ഒരു ഇമേജ് ജനറേറ്റ് ചെയ്തപ്പോഴുള്ള വേരിയേഷൻസ് ഏതൊക്കെയാണ്, ദെൻ അതിനെയാണ് എന്താക്കിയിട്ടുള്ളത്, വീഡിയോ ആക്കിയിട്ടുള്ളത്. അതേപോലെ തന്നെ ഒരു ബൺ യൂറോപ്യൻ ബേക്കറിയിലുള്ള സെയിം സംഭവം തന്നെ നമ്മൾ എന്താക്കി ഓപ്പൺ ആക്കി നോക്കുമ്പോൾ നമുക്ക് എല്ലാത്തിൻ്റെയും അവൈലബിൾ ആണ്, പ്രോംപ്റ്റ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്, എങ്ങനെ ബിൽഡ് ചെയ്യണം എന്നുള്ള സംഭവങ്ങളൊക്കെ അവൈലബിൾ ആണ്. മിഡ്ജേണിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടണമെങ്കിൽ അതിന്റെ പ്രോംപ്റ്റിങ് നിങ്ങൾ കറക്റ്റ് കൊടുക്കണം. ആ ഒരു ക്യാറ്റിന്റെ ഇമേജിന്റെ പ്രോംപ്റ്റ് നോക്കുകയാണെന്നെങ്കിൽ അതിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ചിൽഡ്രൻസ് ബുക്ക് ഇലിസ്ട്രേഷൻ ഓഫ് എ ഡിം ഗ്ലൂമി അപ്പാർട്ട്മെന്റ് എന്നുള്ള സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതില് ഒരു ടെക്സ്ചറിന്റെ എഫക്റ്റ് എന്താണ് കൊടുക്കേണ്ടത്, ഗ്ലോയിങ് ഐസ് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. വെർട്ടിക്കൽ 9:16, ഡാർക്ക് അറ്റ്മോസ്ഫിയർ, വിഷ്വൽ അൺസെറ്റിലിംഗ് ഡീറ്റെയിൽസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എക്സ്ട്രാ കറക്റ്റ് ആയിട്ട് അവരെന്താണ് പ്രോംപ്റ്റ് ചെയ്തിട്ടുണ്ട്. അത്ര അടിപൊളിയായിട്ട് പ്രോംപ്റ്റ് ചെയ്ത് നമുക്ക് വേണ്ട ഡീറ്റെയിൽസ് കറക്റ്റ് കൊടുത്താൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, പ്രോപ്പർ റിസൾട്ട് മിഡ്ജേണിന്ന് കിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ലിസ്റ്റിലത്തെ 2 ടൂൾസ് കഴിഞ്ഞു. ഇനി ടൂൾ നമ്പർ 3 എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഭയങ്കര ഫെമിലർ ആയിട്ടുള്ള ടൂളാണ്, ChatGPT പ്ലസ് DALL-E. ഇപ്പൊ ChatGPT നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടാവും, DALL-E നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടാവും. ChatGPT പ്ലസ് DALL-E എന്ന് പറയുന്നത് ഒരു തിങ്കിങ് ഡിസൈനിങ് കോംബോ എന്നൊക്കെ പറയാം. ഇപ്പൊ ChatGPT നമുക്ക് കോംപ്ലക്സ് ആയിട്ടുള്ള തിങ്കിങ് കാര്യങ്ങൾക്കും പ്രിപ്പറേഷൻസിനും മൂഡ് ബോർഡ് ക്രിയേറ്റ് ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ChatGPT യൂസ് ചെയ്യാം. DALL-E എന്ന് പറയുന്നത് അതിന്റെ ഒരു ക്രിയേറ്റീവ് കോൺസെപ്റ്റ് ബിൽഡ് ചെയ്യാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പൊ ഞാൻ അത് ഓപ്പൺ ആക്കി കാണിച്ചു തരാം. ആണ് ChatGPT പ്ലസ് DALL-Eയുടെ ഒരു ഇന്റർഫേസ് എന്ന് പറയുന്നത്. ഇപ്പൊ ഞാനതില് എന്താക്കാണ് നിങ്ങൾക്ക് ഒരു ഐഡിയ തരാം. ലൈക്ക് അതിലാണ് ഒരു വീഡിയോ ഉണ്ട് DALL-Eയുടെ എങ്ങനെയാണ്, ഇപ്പോൾ അതിലൊരു വീഡിയോ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ My 5 year old എന്നുള്ള ഒരു വീഡിയോ, അതിൽ ഒരു ഇമേജ് ജനറേറ്റ് ചെയ്തു. ദെൻ ആ ഇമേജിന് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഇതിൽ ആ ഒരു ഇമേജിന്റെ നെയിം ലാരി എന്നുള്ളത് കൊടുത്തു. ദെൻ ക്യാൻ യു ഷോ മി ലാരീസ് ഹൗസ് എന്ന് പറഞ്ഞപ്പോൾ ലാരിയുടെ ഒരു ഹൗസ് അതിൽ കാണിച്ചു. ദെൻ എന്താണ് ലാരിനെ സൂപ്പർ ഡ്യൂപ്പർ ആക്കുന്നത്, അങ്ങനെ ഒരു ടോട്ടൽ വീഡിയോ നമുക്ക് അതിലുണ്ട്. ഇത് രണ്ടും കൂടിയിട്ട് നമുക്ക് എന്താക്കാൻ പറ്റും, നമുക്കൊരു ടോട്ടൽ തിങ്, അതായത് ഒരു എഡിറ്റബിൾ ആയിട്ടുള്ള നമുക്ക് നമ്മുടേതായ രീതിക്ക് ഒപ്റ്റിമൈസ് ചെയ്യാൻ പറ്റുന്ന
ഇമേജസും കാര്യങ്ങളൊക്കെ ChatGPT പ്ലസ് ഡാലി എന്നുള്ള ഈ ഒരു കോംബോ വെച്ചിട്ട് നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. കമ്പയർഡ് ടു അതർ ടൂൾസ് നമുക്ക് കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിരിക്കും. കാരണം ChatGPT നമ്മൾ ഓൾറെഡി യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അതിൻ്റെ ഒരു മെത്തേഡ് ഓഫ് വർക്കിംഗ് എന്താണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. പിന്നെ ഡാലി എന്ന് പറയുന്നതായിരിക്കും അധികം പേരധികം യൂസ് ചെയ്യാത്തൊരു സാധനം. പക്ഷേ ChatGPT പ്ലസ് ഡാലി, ChatGPT പറയുന്നത് എന്താണോ ആ ഒരു കോൺസെപ്റ്റിൽ നമ്മുടേതായ രീതിക്ക് നമുക്ക് ഡാലിയിൽ എന്താക്കാം, ഇതിനെ എഡിറ്റ് ചെയ്ത് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. 3 ടൂൾസ് ഇവിടെ ഫിനിഷ് ആയി. ഇനി നമുക്ക് 4ാമത്തെ ടൂൾ എന്താണെന്ന് നോക്കാം. അധികം പേര് കേൾക്കാൻ സാധ്യതയില്ലാത്തൊരു ടൂളാണ്. ക്രോമ എന്നുള്ളതാണ് ഈ ഒരു ടൂളിന്റെ പേര്. കളർ പാലറ്റ്സിലെ കളർ കോമ്പിനേഷൻസ് നമുക്ക് ജനറേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടൂളാണ് ഈ ക്രോമ എന്ന് പറയുന്നത്. ലെറ്റ്സ് ഡൈവ് ഇൻ ടു ദാറ്റ്. ഞാൻ ക്രോമ എങ്ങനെയാണ് വർക്ക് ചെയ്യണേ എന്നുള്ളതൊരു ഐഡിയ നിങ്ങൾക്ക് തരാം. സോ ക്രോമ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മൾ ക്രോമയുടെ ഇനീഷ്യൽ വർക്ക് സ്പേസിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇതിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ താഴേക്ക് ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് ഒരുപാട് കളേഴ്സ് കാണാം. ഇപ്പം ഇതിൽ ഇനീഷ്യലി ഇവിടെ ആ ഒരു വെബ്സൈറ്റിൽ ഇനീഷ്യലി ആണെങ്കിൽ ചൂസ് 50 കളേഴ്സ് എന്നുള്ളൊരു സംഭവം കൊടുത്തിട്ടുണ്ട്. അതായത് ദീസ് കളേഴ്സ് വിൽ ബി യൂസ് ടു ട്രെയിൻ കളർ ജനറേറ്റർ അൽഗോരിതം പേഴ്സണലൈസ്ഡ് ടു യു. അതായത് നമുക്ക് ആവശ്യമുള്ള ഒരു 50 കളേഴ്സ് നമ്മൾ പിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ 50 കളേഴ്സിന്ന് AI തന്നെ നമുക്ക് ബെസ്റ്റ് റിസൾട്ടും പിന്നെ അതിൻ്റെ തന്നെ വാരിയസ് ഹ്യൂസ്, വാല്യൂസ്, സാച്ചുറേഷൻസ് ഒക്കെ വെച്ചിട്ട് ഒരു അൽഗോരിതം വെച്ചൊരു ട്രെയിൻ ചെയ്യും. ഈ ഒരു ടൂളിനെ ട്രെയിൻ ചെയ്യും. ചില കളേഴ്സ് സെലക്ട് ചെയ്യുക. ഇനി ഒരു 3 കളേഴ്സ് ലെഫ്റ്റ് ഉണ്ട്, ഞാനൊരു 3 കളേഴ്സ് പിക്ക് ചെയ്യാണ്. ദെൻ അത് കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലും മുകളിൽ സ്റ്റാർട്ട് ട്രെയിനിങ് എന്ന് പറഞ്ഞിട്ട് ഒരു ബട്ടൺ ഉണ്ട്. ദെൻ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താക്കും, ഈ AI-നെ ട്രെയിൻ ചെയ്ത് നമ്മൾ പിക്ക് ചെയ്ത 50 കളേഴ്സ് വെച്ചിട്ട് ഈ AI-നെ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഇതിൽ ട്രെയിനിങ് 70 അല്ലെങ്കിൽ 9% ഫിനിഷ് ആയിട്ടുണ്ട്. ഞാനതൊന്ന് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യാം. ദെൻ 95-96% ആയിട്ടുണ്ട് നമ്മുടെ ഈ ഒരു ജനറേഷൻ. ഓക്കെ, 100% ഫിനിഷ് ആയി. ഈ 100% ഫിനിഷ് ആയതിനു ശേഷം നമുക്ക് എന്തായി, കളർ കോമ്പിനേഷൻസും നമ്മൾ കൊടുത്തുള്ള കളേഴ്സ് വെച്ചുള്ള സാധനങ്ങൾ കിട്ടി. ഇപ്പം ഇതിൽ എന്താണ് കുറേ കളർ നിങ്ങൾക്ക് കാണാൻ പറ്റും. റോയൽ ബ്ലൂ ആൻഡ് ഗോസിപ്പ്, പിന്നെ അതിൽ എന്താണ് അതിലേക്ക് ഇപ്പോൾ ആ ഒരു ഡാർക്ക് ബ്ലൂവിൽ വരുന്ന കളേഴ്സ്, അതിന് കോംപ്ലിമെന്ററി ആയിട്ടുള്ള കളേഴ്സ്, ഇത് നമ്മൾ ചൂസ് ചെയ്ത കളേഴ്സ് വെച്ചിട്ടാണ്. ചിലപ്പോൾ ഇതിലും ബെറ്റർ റിസൾട്ട് നമ്മൾ കറക്റ്റ് ആയിട്ട് പിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ കിട്ടും. ഇത് ഞാൻ റാൻഡംലി കുറച്ച് ക്ലിക്ക് ചെയ്തുകൊണ്ട് വന്നിട്ടുള്ള റിസൾട്ട്സ് ആണ്. നമുക്കിതിൽ മുകളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ നമുക്ക് എന്താക്കാം, പെല്ലറ്റ്സ്, ഗ്രേഡിയൻസ്, അതേപോലെ തന്നെ ഡ്യുവൽ കളേഴ്സ് കാര്യങ്ങളൊക്കെ കിട്ടും, കോമ്പിനേഷൻ കളേഴ്സ് കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ നമുക്ക് അത് വെച്ചിട്ട് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും. പോസ്റ്റേഴ്സും കാര്യങ്ങളും നമുക്കൊരു ഗ്രേഡിയന്റ് വേണം. അപ്പോൾ ഈ ഒരു ഗ്രേഡിയന്റ് മോഡൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അതല്ല നമുക്ക് 2 കളേഴ്സ് ആണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ഈ നമ്മൾ കൊടുത്തുള്ള 50 കളേഴ്സിൽ ബെസ്റ്റ് 2 കളേഴ്സിന്റെ പേഴ്സ് ഏതൊക്കെയാന്ന് നോക്കിയിട്ട് നമുക്ക് അങ്ങനെ വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കളർ ബേസിസിൽ, അതായത് ബ്രാൻഡിങ് അല്ലെങ്കിൽ പാക്കേജ് ഡിസൈനിങ്, കുറച്ചും കൂടി ഇൻഡെപ്തിൽ ഡിസൈനിന്റെ പോസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് ചെയ്യാം. അങ്ങനെയുള്ളവർക്കൊക്കെ ഈ കളേഴ്സിന്റെ ഈ ക്രോമ എന്ന് പറയുന്ന വെബ്സൈറ്റ് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. അങ്ങനെയുള്ള ക്രിയേറ്റീവ് ഫീൽഡിലുള്ള എല്ലാവരും ഇതൊന്ന് യൂസ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഇതൊന്ന് പഠിച്ചു വെക്കുന്നത് ബെറ്റർ ആണ്. കാരണം കളേഴ്സിനെ കുറിച്ച് കൂടുതലൊരു ഐഡിയ അല്ലെങ്കിൽ കളർ കോമ്പിനേഷൻസിനെ കുറിച്ച് കൂടുതൽ ഐഡിയ നമുക്ക് കിട്ടും. സോ ഈ ഒരു മോഡലിൽ നമ്മൾ ഈ ഒരു വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദിസ് AI നമ്മൾ കുറച്ച് കളേഴ്സ് ഒക്കെ എടുത്തിട്ട് നമ്മൾ അത് നമ്മുടെ ഡിസൈൻസിലോട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസൈൻസ് കുറച്ചും കൂടി അപ്ഡേറ്റ് ആവാൻ അല്ലെങ്കിൽ കുറച്ചുകൂടി അടിപൊളി ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പൊ നമ്മൾ 4 ടൂൾ ഇപ്പൊ ഫിനിഷ് ആയി. അന്ന് നമ്മൾ റെലൂം AI പറഞ്ഞു, പിന്നെ നമ്മൾ മിഡ്ജേണി പറഞ്ഞു, ChatGPT പ്ലസ് ഡാലി പറഞ്ഞു, പിന്നെ നമ്മൾ ഇപ്പോൾ ക്രോമ എന്ന് പറയുന്ന ഈ ഒരു ടൂളും കൂടി. അപ്പൊ ഈ 4 ടൂൾസ് 4 സെഗ്മെന്റിൽ നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുന്ന ടൂൾസ് ഉണ്ട്. ഈ ഫസ്റ്റത്തെ റെലൂം AI എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതുപോലെ കൂടുതലും UI UX ഡിസൈനേഴ്സ് അല്ലെങ്കിൽ ആ ഒരു വെബ്സൈറ്റ് പെർസ്പെക്റ്റീവിലുള്ളവർക്ക് ഹെൽപ്ഫുൾ ആവുന്ന ഒരു ടൂളാണ്. മിഡ്ജേണി കോമൺലി ഫോർ എവ്രിബഡി, ഡിസൈനേഴ്സ് ആയിക്കോട്ടെ, കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയിക്കോട്ടെ, വെബ്സൈറ്റ് ഡെവലപ്പേഴ്സ് ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്നതാണ് മിഡ്ജേണി എന്ന് പറയുന്നത്. മിഡ്ജേണി മാത്രമല്ല ഇമേജ് ജനറേഷൻ ടൂൾസ് എന്ന് പറയുന്നത്, അവിടെ ഒരുപാട് ടൂൾസ് ഉണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി മാത്രമായിട്ട് ഒരു സെപ്പറേറ്റ് വീഡിയോ ക്രിയേറ്റ് ചെയ്യാം. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രോമ എന്ന് പറയുന്നതും നമുക്ക് ഡിസൈനേഴ്സിന് ഒരു ക്രിയേറ്റീവ് ഫീൽഡിൽ എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ഒരു വെബ്സൈറ്റ് തന്നെയാണ്. കാരണം ക്രോമ കളർ ഈസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ് ഫോർ ഡിസൈനിങ്. സോ ഡിസൈനിങ്ങിൽ നമ്മുടെ കളർ അല്ലെങ്കിൽ നമ്മുടെ കളർ കോമ്പിനേഷൻസ് പാളിക്കഴിഞ്ഞാൽ തന്നെ ആ ഒരു ടോട്ടൽ ഡിസൈൻ മൊത്തത്തിൽ അലങ്കോലവും അല്ലെങ്കിൽ മൊത്തത്തിൽ അത് ആകെ അലമ്പാവും എന്നൊക്കെ പറയില്ലേ, അതേപോലെ നശിച്ചു പോകും. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ChatGPT വിത്ത് ഡാലി, അത് നമുക്ക് കുറച്ചും കൂടി എന്താണ് ഒരു ഇമേജ് ജനറേഷൻ അല്ലെങ്കിൽ മൂഡ് ബോർഡ് ക്രിയേഷൻ അല്ലെങ്കിൽ കുറച്ചുകൂടി പെട്ടെന്നൊരു കാര്യങ്ങൾ നടക്കണം, പെട്ടെന്ന് ഒരു ഇമേജ് ജനറേറ്റ് ചെയ്ത് അല്ലെങ്കിൽ അതിനെ ഒപ്റ്റിമൈസ് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് വെരി ഹെൽപ്ഫുൾ ഫോർ ദാറ്റ്. ഇനി നമ്മുടെ ലാസ്റ്റത്തെ ടൂൾ എന്ന് പറയുന്നതാണ് മാഗ്നിഫിക്. ഓക്കെ, സോ മാഗ്നിഫിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വെബ്സൈറ്റിലേക്ക് പോവാം. മാഗ്നിഫിക്കിലെ ഇതാണ് മാഗ്നിഫിക്കിന്റെ
ഹോം പേജ് എന്ന് പറയുന്നത്. ബേസിക്കലി ഈ വെബ്സൈറ്റ് എന്ന് പറയുന്നത് അപ്പ് സ്കെയിലിങ്ങിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ്. ഇപ്പൊ ഇതില് ഞാൻ ജസ്റ്റ് ഇപ്പൊ ബിഫോർ ആൻഡ് ആഫ്റ്റർ അവർ തന്നെ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. സോ ഇതാണ് അതിന്റെ ബിഫോർ, ഇതാണ് അതിന്റെ ആഫ്റ്റർ. സോ നിങ്ങൾക്ക് ആ ഒരു ചേഞ്ച്, ഭയങ്കര ചേഞ്ച് നിങ്ങൾക്ക് മനസ്സിലാവും. അത്രമാത്രം ഹൈ ക്വാളിറ്റി ഇമേജിലോട്ട് ഇപ്പൊ കുറച്ചുകൂടി വലുതാക്കിയിട്ട് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഈ ഒരു വയസ്സായ കാരണവരുടെ ഇമേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്ര ലോ ക്വാളിറ്റി ഇമേജിനെ എത്രമാത്രം അടിപൊളിയാക്കി എന്നുള്ളത് നമുക്ക് നോക്കാം. സോ നമ്മള് ഈ ഒരു വെബ്സൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻലി ഇതിന്റെ മെയിൻ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്സ്കെയിൽ, ട്രാൻസ്ഫോം ആൻഡ് ജനറേറ്റ് ആൻ ഇമേജ്. ഓക്കെ, ഒരു ലോ ക്വാളിറ്റിയുള്ള ഇമേജിനെ ഹൈ ക്വാളിറ്റിയിലോട്ട് ചേഞ്ച് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഈ ഒരു വെബ്സൈറ്റിന്റെ യൂസ് എന്ന് പറയുന്നത്. അതിനെ അപ്സ്കെയിൽ ചെയ്യാനും ട്രാൻസ്ഫോം ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇതിലുണ്ട്. ഡിസൈൻസ് എപ്പോൾ വർക്ക്ഔട്ട് ചെയ്യുമ്പോഴും അതിൽ ഏറ്റവും ഹൈ ക്വാളിറ്റി ഇമേജ് വെച്ച് വർക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് കിട്ടുന്നത്. അത് ആ ഒരു ഇമേജിന്റെ ക്വാളിറ്റി ഉള്ളതുകൊണ്ടാണ്. അതിന് ആ ഒരു ഇമേജ് ക്വാളിറ്റി അല്ലെങ്കിൽ ആ ഒരു ലോ ക്വാളിറ്റി ഇമേജിലാണ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പോസ്റ്ററിന് നമ്മൾ ഉദ്ദേശിച്ചൊരു ഓറ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഒരു അടിപൊളി ഫീൽ നമുക്ക് കിട്ടില്ല. സോ എപ്പോഴും നമ്മൾ ഹൈ ക്വാളിറ്റി ഇമേജ് യൂസ് ചെയ്യുന്നതിന്റെ മെയിൻ കാര്യം എന്ന് പറയുന്നത് ഈ ഒരു റീസൺ ആണ്, ബെറ്റർ ഔട്ട്പുട്ട് കിട്ടുക അല്ലെങ്കിൽ ബെറ്റർ റിസൾട്ട് കിട്ടുക എന്നുള്ളത്. അപ്പൊ ചില സിനാരിയോസിൽ നമുക്ക് ആവശ്യമുള്ള ഇമേജിന് ഹൈ ക്വാളിറ്റി ഇമേജ് നമുക്ക് കിട്ടാൻ വകുപ്പ് ഉണ്ടാവില്ല, അപ്സ്കെയിൽ ചെയ്യാനുള്ള വകുപ്പില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ടൂള് നമുക്ക് ഈസിലി ഹെൽപ്ഫുൾ ആണ്. ഈ ഒരു ടൂൾ ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ട് എന്താണെന്നുള്ളത് നിങ്ങളിപ്പോൾ കണ്ടു, ആ ഒരു ലെവലിലേക്ക് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞ 5 ടൂൾസ്. എന്തിന്, ഞാൻ ആദ്യം പറഞ്ഞ ആ ഒരു ഫാസ്റ്റ് പേസ്ഡ് അല്ലെങ്കിൽ AI നോളജ് ഉള്ള ഒരു ഡിസൈനർ ആവാനായിട്ട്, അല്ലെങ്കിൽ ഒരു ക്രിയേറ്റീവ് പേഴ്സൺ ആവാനായിട്ട്. അപ്പൊ ആ ടൂൾസ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെലൂം AI, മിഡ്ജേണി, ChatGPT പ്ലസ് ഡാലി, പിന്നെ ക്രോമ, ഏറ്റവും ലാസ്റ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്ത മാഗ്നിഫിക്. അങ്ങനെ ഈ 5 ടൂൾസ്, ഈ 5 ടൂൾസ് നിങ്ങൾ യൂസ് ചെയ്യുക. അതിൽ ഹിഡൻ ആയിട്ട് നിൽക്കുന്ന ഒരുപാട് കാര്യങ്ങൾ പഠിക്കുക. ഇത് നിങ്ങളുടെ വർക്ക് ഫ്ലോയിൽ ഇന്റഗ്രേറ്റ് ചെയ്യുക. ഇത് വെച്ചിട്ട് ഫാസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കുക. പിന്നെ ഇതുപോലുള്ള വാല്യൂ ആഡഡ് കോണ്ടന്റ്സ്, അതായത് ഡിസൈനേഴ്സിനും ക്രിയേറ്റീവ് ഫീൽഡിലുള്ളവർക്കും ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഇനിയോട്ട് എല്ലാ ആഴ്ചയും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, ആ ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെച്ചോ, അപ്പോൾ നിങ്ങൾക്ക് ഒരു നോട്ടിഫിക്കേഷനും വരും. ഓക്കെ, സോ ഇതൊക്കെയാണ് നമ്മുടെ ഈ വീക്കിലത്തെ അപ്ഡേറ്റ്. ഓക്കെ, സീ യു ഗൈസ് ഓൺ ദ നെക്സ്റ്റ് വീഡിയോ. അതിൽ നമ്മൾ എന്താകും, കിഡിലനായിട്ട് ഡിസൈൻസ് ബിൽഡ് ചെയ്യാനായിട്ടുള്ള ടിപ്സും കൊണ്ടാണ് വരുന്നത്. അതും ഡിസൈനേഴ്സ്, ഗ്രാഫിക് ഡിസൈനേഴ്സിന് അവരുടെ ഡിസൈൻസ് നെക്സ്റ്റ് ലെവലിലോട്ട് അപ്സ്കിൽ ചെയ്യാനുള്ള ഒരു സിമ്പിൾ ട്രിക്ക്. ആ ട്രിക്കായിട്ട് കാണുന്നത് വരെ സ്റ്റേ ട്യൂൺഡ്.